നമസ്കാരം എല്ലാവർക്കും. ഇന്നൊരു നമ്മളൊരു ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. ധ്രുവനെ കൊണ്ട് നമ്മൾ പാർക്കിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി പാർക്കിലൊക്കെ പോയി കളിപ്പിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഗ്ലാസ്ഗോ ഗ്രീൻ എന്ന് പറഞ്ഞ പാർക്കിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ധ്രുവൻ ബസ് കണ്ടു. ബസ്സിന് അവൻ ഏത് ബസ് കണ്ടാലും ടാറ്റ കൊടുക്കണം. അതിന് നിൽക്കുകയാണ് ടാറ്റ കൊടുക്കാൻ. ധ്രുവൻ വളരെ കഷ്ടപ്പെട്ട് ഡോറ് തുറക്കുവാണ് ഗൈസ്. തുറക്കു ധ്രുവ, തുറക്കാൻ പറ്റുമോ? ഇതെന്തൊരു സാധനം! നമ്മളങ്ങനെ ഒരു കടയിലോട്ട് വന്നു. ഹോം ബാർഗെയിൻ. ധ്രുവൻ എന്ത് വാങ്ങിക്കാനാ ധ്രുവൻ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്? ബബിൾസ്. ധ്രുവൻ്റെ ബബിൾസ് തീർന്നിരിക്കുകയാണ്. ധ്രുവന് പാർക്കിൽ പോകുമ്പോൾ ബബിൾസ് ഇട്ട് കളിക്കാൻ വേണ്ടി നമ്മൾ പൊട്ടിപ്പോയി. അങ്ങനെ ബബിൾസ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ വന്നാണ് കടയിലോട്ട്. അറിയത്തില്ല, അതിലൊരു 3 എണ്ണം വരുന്നുണ്ട്. നമ്മളങ്ങനെ വേറെയും ബബിൾസ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. അതൊരു സെറ്റായിട്ടാണ്, ഒരെണ്ണമായിട്ട് ഉണ്ടെങ്കിലോ എന്ന് നോക്കുവാണ്. ഉണ്ടോ മാഷേ? ഏത്? ക്രിക്കറ്റിന്റെ സ്റ്റമ്പും ബാറ്റും ബോളും ഒക്കെയാണ്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു ക്രിക്കറ്റ് കളിക്കണം എന്നൊക്കെ. ഇത് വാങ്ങിച്ചാലോ? ഇതാകുമ്പോ പല ഷേപ്പിലൊക്കെ. വെറൈറ്റി എന്തെങ്കിലും വാങ്ങിക്കാം. ഇതോ ഈ സ്പൈഡർമാൻ ബബിൾ സൊല്യൂഷൻ, അത് കൊള്ളായിരിക്കുമല്ലോ, വെറൈറ്റി ആണല്ലോ. പലതരം വെറൈറ്റികളുണ്ട് ഗൈസ്. ഏത് വാങ്ങിക്കണമെന്നറിയില്ല. അങ്ങനെ ധ്രുവന് വാങ്ങിച്ചത് ഇതാണ്. ഇതാകുമ്പോൾ പല ഷേപ്പിലൊക്കെ അവന് ബബിൾസ് വിടാൻ പറ്റും. ധ്രുവന് സന്തോഷമായോ? സോ നമ്മൾ ഗ്ലാസ്ഗോ ഗ്രീൻ എത്തിയിട്ടുണ്ട്. രക്ഷയില്ലാത്ത പാർക്കാണ് കേട്ടോ, ഭയങ്കര ആംബിയൻസാണ്. നമുക്ക് ഏകദേശം ഒരു അത്യാവശ്യം നല്ലൊരു ഏരിയയാണ്. പലവർക്കും നടക്കാനും കളിക്കാനും സൈക്കിൾ ഓട്ടാനും ഓടാനും എല്ലാത്തിനും നല്ലതാണ്. എന്താ സൈക്കിൾ ഓട്ടുന്നത്? കളത്തിലിറങ്ങിയിട്ടുണ്ട്. അത് അങ്ങോട്ടാണ് നമുക്ക് പോവേണ്ടത്. അവൻ്റെ പാർക്ക് അവിടെയാണ്. അവിടെ കുറേ കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇനി അവിടെ പോകുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ അവനുള്ള ബബിൾസ് എന്താ മേടിച്ച് വെച്ചിട്ടുണ്ട്. അവന് സൈക്കിൾ ചവിട്ടാനാണ് ഇഷ്ടം. എന്താന്ന് വെച്ചാൽ തിരക്കൊന്നും ഇല്ലല്ലോ, സുഖമായിട്ട് ചവിട്ടാമല്ലോ. നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളെന്നൊക്കെ ടാക്സൊക്കെ നല്ല രീതിയിൽ മേടിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നടക്കാനായാലും ഓടാനായാലും വന്നിരിക്കാനായാലും. പിന്നെ സമ്മർ ആകുമ്പോഴത്തേക്കും ഇവിടെ ആൾക്കാർ ഈ ബാർബിക്യൂ ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഗ്രില്ലൊക്കെ ചെയ്ത് കുടുംബസമേതം വന്നിരുന്ന് അവർ എൻജോയ് ചെയ്യും. അത് നല്ല രസമാണ്, കാണാൻ നല്ലൊരു കാഴ്ചയാണ്. പിന്നെ ഇത് റോഡാണെങ്കിൽ ഇവിടെ ആൾക്കാർ നടക്കാനും സൈക്ലിങ്ങിനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ധ്രുവനെ നമ്മൾ അവൻ്റേതായ രീതിയിൽ അങ്ങ് വിട്ടയ്ക്കുകയാണ്. അവിടെ 2 പേര് കളിക്കുന്നത് കാണാം. അവിടെ എന്തോ ഒരു വലിയൊരു മോണ്യുമെന്റ്. മൊത്തത്തിലൊരു പച്ചപ്പല്ലേ, അതിൻ്റെ കൂടെ നമ്മളും പച്ചയായിട്ട് നടക്കും. നമ്മളുടെ ഡ്രസ്സും പച്ച കളർ. മൊത്തത്തിൽ നമ്മളെല്ലാം ഒരു പച്ച. ധ്രുവൻ്റെ വേറൊരു പച്ച. മൊത്തത്തിൽ നമ്മളൊരു പച്ച കുടുംബമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പാർക്കിലേക്ക്. എന്തൊരു ഭംഗിയാണ് ഗൈസ്, നോക്കിക്കേ. എന്തൊരു രസം. അവരത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിലും രസം. എന്തൊരു ഭംഗിയാ. ചെടികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ എന്തൊരു രസം. അങ്ങനെ ബബിൾസ്. ധ്രുവൻ, ഓ എന്തൊരു ധ്രുവ, ഓ തലയിലായി. അമ്മയൊന്ന് ചെയ്തോട്ടെ. എന്തോ ഒരു ലോഗോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കൊരു ജി കാണാം നിങ്ങൾക്ക്. എനിക്ക് തോന്നണത് അത് ഗ്ലാസ്ഗോ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്.
നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്രുവ വീഴല്ലേ മക്കളെ? ആ ഇത് പക്ഷെ പല കളറിൽ കാണാൻ പറ്റുന്നേ. ആ ബിസിയാണ് ധ്രുവൻ. ധ്രുവ അങ്ങനെ ഓടാൻ പോവാണ്, മസിൽ വെക്കാൻ വേണ്ടി എല്ലാരും ഓടുന്നുണ്ട്. അപ്പൊ ധ്രുവനും ഓടണം. അങ്ങനെ ധ്രുവന് മസിൽ വരുമെന്നാണ് ധ്രുവൻ പറയുന്നത്. ഓടടാ എടോ ഓടാൻ. മാഷേ ബീജിയുടെ ധ്രുവ ഓടി വരും. എനിക്ക് എപ്പോഴും വരണമെന്ന് താല്പര്യമുള്ളൊരു സ്ഥലമാണ് ഈ ഗ്ലാസ്ഗോ ഗ്രീൻ എന്ന് പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അതിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് മാനവീയം വീതി പോലത്തെ അങ്ങനത്തെ സ്ഥലത്ത് പോയിരിക്കുന്ന അതിനെക്കാട്ടിയൊക്കെ എന്തുകൊണ്ടും കുറേ ഏക്കറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. നമുക്ക് വന്നാലും ഇരുന്ന് കളിക്കാം, നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കുക്ക് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗി. പിന്നെ ഇവിടെ വന്ന് ഇങ്ങനത്തെ ഈ മോണ്യുമെൻറ്റും അങ്ങനത്തെ അവിടുത്തെ പഴയ ആർക്കിടെക്റ്റും ഇങ്ങനത്തെ പഴയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. പിന്നെ പലതരത്തിലുള്ള ആൾക്കാർ അവർ വന്ന് എക്സസൈസ് ചെയ്യുന്നവരുണ്ട്, സൈക്ലിങ് ചെയ്യുന്നവരുണ്ട്. അവിടെ കുറേ പയ്യന്മാർ സൈക്കിളിൽ വീൽ ചെയ്ത് പോകുന്നുണ്ട്. ഓരോരോ കാഴ്ചകളാണ്. പിന്നെ അങ്ങറ്റം കുഞ്ഞുങ്ങൾക്കുള്ള പാർക്കുണ്ട്. അപ്പം നമുക്കായാലും വന്ന് പല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ അവൈലബിൾ ആണ്. അതിനനുസരിച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ വിൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റില്ല. ആകെ കൂടെ കിട്ടുന്ന ഒരു 3 months ഉണ്ട്. ആ 3 മാസം കൊണ്ട് വന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിവിടെയൊക്കെ അങ്ങ് വിജനമാവും. പക്ഷെ എന്ത് ഭംഗിയാണെന്നറിയുമോ ഇങ്ങോട്ടൊക്കെ കാണാനും. ഓക്കെ, അപ്പൊ നമ്മളിനി നമ്മൾ എവിടെ പോവാണ്? കേക്ക് ബോക്സിൽ എന്തിനു പോവാണ്? ഏത് കേക്ക് വാങ്ങിക്കാൻ പോവാണ് ധ്രുവൻ ഇന്ന്? സ്പ്രിങ്കിൾസ് ഉള്ള ഏത് കേക്ക്? റെഡ് വെൽവെറ്റോ? ഏതാ വേണ്ടേ? നമുക്ക് അവിടെ ചെന്ന് നോക്കാം. സ്പ്രിങ്കിൾസ് വാങ്ങിച്ചുതരാം. അപ്പൊ ഇനി നമുക്ക് കേക്ക് ബോക്സ് എത്തിയിട്ട് കാണാം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കേക്ക് ബോക്സിൽ എത്തിയിരിക്കുകയാണ് ധ്രുവന് കേക്ക് വാങ്ങിക്കാൻ. ധ്രുവൻ എന്നും ഇവിടെ നിന്നാണ് കേക്ക് വാങ്ങിക്കുന്നത്. ഇത് റെഡ് വെൽവെറ്റ്, ഇത് ചോക്ലേറ്റ്സ് ഉണ്ട്. അതും കൊള്ളാമല്ലോ ധ്രുവ. ഇത് കൊള്ളാം. ഫെറാറോ റോഷൻ. കേക്കൊക്കെ വാങ്ങിച്ച് ധ്രുവൻ പോവാണ്. ഗൈസ്, കേക്ക് കഴിക്കുന്ന കുട്ടീനെ കണ്ടോ? ധ്രുവ ഇങ്ങോട്ട് വന്നേ. അവിടെ അത്ര ആൾക്കാർ കുമ്മയാണ് കേൾക്കുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് കേക്ക് കഴിച്ചു. നമ്മൾ കേക്ക് ബോക്സിന്റെ മുന്നിൽ നിന്ന് തന്നെ നമ്മൾ കേക്ക് കഴിച്ചു. ധ്രുവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മാഷ് കഴിക്കുന്നു. ഇനി നമ്മൾക്ക് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഫ്രൈഡേ. ഹാപ്പി ഫ്രൈഡേ. ബൈ.